ശ്രീ നിർമ്മല എബ്രഹാം, ഈ യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് കപ്പൽ ഹോർമൂസിൽ നിന്ന് വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ആശ്വസിക്കും, ഇന്ത്യൻ കപ്പലുകൾ വിട്ടയച്ചിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ കപ്പലും അവിടെ കെട്ടിക്കിടക്കുകയാണ് എന്നുള്ള വിവരമാണല്ലോ നമുക്ക് ലഭിക്കുന്നത്. ഈ തിങ്കളാഴ്ച സ്റ്റോക്ക് മാർക്കറ്റ് തുറക്കുമ്പോഴല്ലേ യഥാർത്ഥത്തിലുള്ള ചിത്രം, ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന്റെ അവസ്ഥ എന്താണ് എന്നറിയാൻ കഴിയുള്ളൂ. ഇപ്പോൾ വീണ്ടും അവിടെ കാര്യങ്ങൾ സ്റ്റാൻഡ് സ്റ്റില്ലാണ് അല്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല, ഇത് സ്റ്റോക്ക് മാർക്കറ്റിനെ മാത്രമല്ല, നമ്മൾ കരുതാത്ത ഒരുപാട് ആംഗിളിൽ ഒരുപാട് പ്രോഡക്ട്സിനെ ഇത് ബാധിക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ശരാശരി മലയാളി ചിന്തിക്കുന്നത് സ്റ്റൗവിൽ കത്തിക്കാനുള്ള ഗ്യാസും ബൈക്കിലടിക്കാനുള്ള പെട്രോളും കാറിലടിക്കാനുള്ള ഡീസലും എന്ന് മാത്രം ചിന്തിക്കുന്ന തലത്തിൽ നിന്ന് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലെ പ്രശ്നം ഒരു 10-15 ദിവസം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളിൽ, അതിപ്പോൾ രാവിലെ വെള്ളം കുടിക്കുന്ന ബോട്ടിലായിക്കോട്ടെ, ചോറ് കൊണ്ടുവന്ന ടിഫിൻ ബോക്സ് ആയിക്കോട്ടെ, ഏത് തരം പ്ലാസ്റ്റിക്കും, രാവിലെ മേടിക്കുന്ന മിൽമ പാലിൻ്റെ പാക്കറ്റ് മുതൽ മിന്ത്രയുടെ പാക്കേജ് വരെ വരുന്നത് പ്ലാസ്റ്റിക്കിലാണ്. പ്ലാസ്റ്റിക് പെട്രോളിയം ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിന് വില കൂടാൻ സാധ്യതയുണ്ട്. കൺസ്ട്രക്ഷനിൽ സിമെൻറ്റ്, സ്റ്റീല്, ഇലക്ട്രിക് വയറിങ്, PVC പൈപ്പ്, ഇങ്ങനെ പറഞ്ഞു പോകാനാണ് ഒരുപാടുണ്ട്, തുണിത്തരങ്ങൾ. അപ്പോൾ എല്ലാ രീതിയിലും ബാധിക്കാം. തൽക്കാലം ഇങ്ങനെ ടെമ്പററി ആയിട്ടുള്ള ഹോൾട്ടുകൾ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ ആശ്വസിച്ച് നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. 2 ഇലക്ഷൻസിൻ്റെ ഏപ്രിൽ 29 എല്ലാ ഇലക്ഷൻസും കഴിയുമ്പോൾ ഒരുപക്ഷെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ കേസിൽ നമ്മളൊരു പക്ഷേ അതിൻ്റെയും ചൂടറിയാം, വില കൂടുന്നതിൻ്റെ രൂപത്തിൽ നമ്മളതറിയും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി മറിച്ച് ചിന്തിക്കുമ്പോൾ എക്കണോമിക് ഇമ്പാക്റ്റ് കേരളത്തിനാണ്. എനിക്കൊന്ന് ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ ഗൾഫ് മേഖലയെ ബാധിച്ചാൽ ഇനിയും, കാരണം ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആഞ്ഞടിക്കും, കണ്ണും പൂട്ടി ആഞ്ഞടിക്കും, അതിൻ്റെ അകത്ത് ഗൾഫ് മേഖലയൊക്കെ വരും, നിങ്ങളുടെ US ബേസുകളെല്ലാം വരും എന്ന് പറയുന്നു. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ഭയം തരുന്ന പോലെ തന്നെ റെമിറ്റൻസസിൻ്റെ ഒരു കുറവ്, അതായത് അവിടുത്തെ ആളുകൾ തിരിച്ചു വരുന്നൊരു സിറ്റുവേഷൻ, എല്ലാവരും മറ്റുമല്ല, ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ. ഇപ്പോൾ ഗൾഫ് മേഖലയിൽ ഒരു പ്രത്യേകതയുണ്ട്, നമ്മളിപ്പം മലയാളികൾ എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നുണ്ട്, കാനഡയിലും US UK ഒക്കെ ഉണ്ട്. പക്ഷേ ഗൾഫ് മേഖലയിൽ പോകുന്ന മലയാളി ഇവിടുന്ന് ഏജൻസി ത്രൂ 75% ആളുകൾ ഏജൻസി ത്രൂ ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണ്. കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ഡ്രൈവിംഗ് ആയിക്കോട്ടെ, ടൂറിസം ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരാണ് ഇത് ആദ്യം ബാധിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ളവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ എക്കോണമിയെ തന്നെ വലുതായിട്ട് ബാധിക്കും. കാരണം ഗൾഫിൽ നിന്ന് കിട്ടുന്ന റെമിറ്റൻസ് ആണ് നമ്മുടെ കേരളത്തിൻ്റെ GSDPയുടെ 20%. അപ്പോൾ അതിൽ നിന്ന് ഒരു 20%, ആ 20%-ത്തിൽ ഒരു 20% ഇടിവുണ്ടാവുമെന്ന് ഓൾറെഡി റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. അപ്പം നമ്മളെ അത് ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. 2, നമ്മൾ മറിച്ച് ചിന്തിക്കാറില്ല. ഇപ്പോൾ ഇങ്ങോട്ട് സാധനങ്ങൾ വരുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു, പക്ഷേ അങ്ങോട്ടും നമുക്ക് സാധനങ്ങൾ അയക്കാൻ പറ്റുന്നില്ല എന്നൊരു വാസ്തവം കൂടിയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ മത്സ്യവും മാംസവും പ്രോസസ്ഡ് ആയിട്ടുള്ള ചിപ്സ് പോലുള്ള പ്രോസസ്ഡ് ഫുഡ് ആയിക്കോട്ടെ, ഒരുപാട് സാധനങ്ങൾ നമ്മൾ കയറ്റി അയക്കുന്ന ഒരു മേഖല കൂടിയാണ് ഗൾഫ് മേഖല. അവിടെയും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അതും എക്കണോമിക്കലി ബാധിക്കും. അത് ഒരു എക്കണോമിക് ആസ്പെക്റ്റ് മാത്രം. ഇനി ഇതിനൊരു അവസാനം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുവരെ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ഇറാൻ്റെ ഒരു അപ്പർ ഹാൻഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഇറാനിന് മേൽ US ബ്ലോക്കേഡ് വെച്ചപ്പോൾ ആ പോയിന്റിൽ ഒരുപക്ഷെ ഇറാനായിരുന്നു അപ്പർ ഹാൻഡ് എന്ന് പറയാം. പക്ഷേ ബ്ലോക്കേഡ് വെച്ച സമയത്ത് ഇറാൻ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ചൈന ആദ്യത്തെ ദിവസം തന്നെ ചൈന അതിനൊരു പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തു. അതായത് ചൈനീസ് വെസല് ചൈനീസ് വാർഷിപ്പ് എസ്കോർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് അമേരിക്ക തൊടാൻ നിന്നില്ല. അപ്പോൾ ചൈനയും ലോകത്തുള്ളവരും ചിന്തിച്ചിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ ഷിപ്പുകൾ ഓയിലുമായിട്ട് തിരിച്ചു പോകുന്നതിൽ അമേരിക്ക തൊടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറാൻ കാര്യമായി ഒന്നും സംഭവിക്കാനില്ലല്ലോ, കാരണം ഇറാൻ്റെ ഓയിലിൻ്റെ 90% മേടിക്കുന്നത് ചൈനയാണ് എന്ന് ചിന്തിച്ചിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ആ ആദ്യത്തെ ദിവസത്തിന് ശേഷം പിന്നെ ചൈന അനങ്ങിയിട്ടില്ല എന്നുള്ളൊരു വാസ്തവമുണ്ട് ഇതിൻ്റെ അകത്ത്. അങ്ങനെ അനങ്ങാതിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിലൊന്നും വിറ്റ് കളയാനായിട്ട് ഇറാന് സാധിക്കുന്നില്ല. മാത്രമല്ല അമേരിക്ക ഇപ്പോൾ അവിടെ ബ്ലോക്കേഡും അതുപോലെ ഡ്രോൺസ് വഴിയും ഒക്കെ ഒരുപാട് ഷാഡോ ഫ്ലീറ്റുകൾ, അത് രഹസ്യമായിട്ട് ചൈന ഓയിൽ കടത്തിക്കൊണ്ട് പോയിരുന്ന ഷാഡോ ഫ്ലീറ്റുകൾ 25 ഷിപ്പുകളോളം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രഷർ ചെറുതായിട്ടെങ്കിലും ഇറാൻ അറിഞ്ഞു തുടങ്ങും. അതിൻ്റെ ഒരു വെപ്രാളം ഇറാൻ കാണിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പം പക്ഷേ ഇതിൻ്റെ ബോട്ടം ലൈൻ ഇതാണ്: അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ ഇറാനെ ബുദ്ധിമുട്ടിലാക്കാൻ കഴിയും, ഇറാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ബുദ്ധിമുട്ടിലാക്കാൻ കഴിയും. ഇതിലാര് വിട്ടുവീഴ്ച ചെയ്യും എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ എല്ലാം വിധി എന്ന് വേണം കരുതാൻ. ഇതിൻ്റെ അകത്ത് JD വാൻസിനെ വിട്ടതുകൊണ്ടോ ഈ ഇസ്ലാമാബാദിൽ ഒരു ഡിസ്കഷൻ അന്ത്യമുണ്ട്. അതിൽ ആദ്യത്തെ ഡിസ്കഷനിൽ തന്നെ നമുക്കത് കാണാം. അതിനൊരു കാരണം ഇതാണ്: ഇറാൻ വെക്കുന്ന പ്രീ കണ്ടീഷൻസ് ഒന്നും തന്നെ അമേരിക്ക അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിന് നേരെ വിപരീതമായിട്ടുള്ള പ്രീ കണ്ടീഷൻസാണ് അമേരിക്ക വെക്കുന്നത്. 1.
2, ഏതെങ്കിലും രീതിയിൽ ഈ നെഗോഷിയേഷൻ അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒബാമയുടെ കാലഘട്ടത്തിൽ JCPOA ഒപ്പുവെച്ച പോലെ ചെറിയ രീതിയിൽ പീസ്ഫുൾ പർപ്പസസിനായിട്ട് നിങ്ങൾക്ക് യുറേനിയം എൻറിച്ച് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സാങ്ഷൻസ് ഒരു പരിധിവരെ എടുത്ത് മാറ്റാം. പക്ഷേ അങ്ങനെ ട്രംപ് ചെയ്യാൻ നിൽക്കില്ല. കാരണം അങ്ങനെ ട്രംപ് ചെയ്താൽ ട്രംപിന് കിട്ടാൻ പോകുന്ന ചോദ്യം ഇതാണ്: അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് 2018 ഒബാമ ഒപ്പുവെപ്പിച്ച JCPOAയിൽ നിന്ന് ഇറാനെ ഇറക്കി? അതിനുശേഷം ഈ കോലാഹലമെല്ലാം എന്തിന് കാട്ടിക്കൂട്ടി? നമ്മുടെ പട്ടാളക്കാരെ എന്തിനവിടെ വിട്ടു? അവരെന്തിനും മരിച്ചു വീണു? ഗാലണിന് $2.8 പെട്രോൾ വിലയായിരുന്നത് ഇപ്പോൾ 4.2 കൊണ്ട് എത്തിച്ചത് എന്തിന്? ഈ യുദ്ധം മുടക്കിയത് എന്തിന്? ഈ കോടിക്കണക്കിന് ഡോളർ അവിടെ കൊണ്ട് സ്പെൻഡ് ചെയ്തത് എന്തിന്? ഈ ചോദ്യങ്ങളെല്ലാം അദ്ദേഹത്തിന് കിട്ടും. കാരണം ഒബാമ ഒപ്പുവെപ്പിച്ചെടുത്ത് അവസാനിപ്പിച്ച് യുദ്ധമെല്ലാം നടത്തി ഒബാമ ഒപ്പുവെച്ചെടുത്ത് തന്നെ വീണ്ടും അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു മിഡിൽ ഗ്രൗണ്ട് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം, ഇത് തുടരാനുള്ള സാധ്യത ഞാൻ കാണുന്നത് ഇസ്രായേൽ ലെബനോണിൽ അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ട്രംപിൻ്റെ കേസ് പറഞ്ഞ പോലെ നെത്തന്യാഹുവിനും നവംബർ വരെയാണ് സമയമുള്ളത്. അതിനുശേഷം എലക്ട് ചെയ്യപ്പെടുമോയെന്ന് അറിയത്തില്ല. ഇപ്പം നെത്തന്യാഹുവിനുള്ളൊരു പ്രശ്നം ഇതാണ്: അവിടുത്തെ ജനങ്ങളിൽ പലരും തിരിഞ്ഞു. ഇപ്പോൾ കൂടെ നിൽക്കുന്ന കോalition ഗവൺമെൻറ് വരെ ഇലക്ഷൻ സമയത്ത് തിരിയും. അവരെല്ലാം ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതേ ചോദ്യമാണ്: എന്തിനാണ് നിങ്ങൾ ഈ യുദ്ധമെല്ലാം നടത്തിയത്? നടത്തിയിട്ട് എന്ത് നേടി? കുറേ പേരെ കൊന്നുകളഞ്ഞു, കുറേ കെട്ടിടങ്ങൾ നശിപ്പിച്ചു, വിദ്യാലയങ്ങളും ഹോസ്പിറ്റൽസും ഒക്കെ നശിപ്പിച്ചു. അതിനപ്പുറം എന്ത് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു കാണിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെത്തന്യാഹുവിന് ഈ സ്റ്റേജിൽ ഒരു കൺക്ലൂസീവ് എവിഡൻസ് ഇല്ല. ഇപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെസ്ബുള്ള ഓൾമോസ്റ്റ് 90% അവരുടെ മിസൈൽ കേപ്പബിലിറ്റിയൊക്കെ അറ്റാക്ക് ചെയ്ത് കളഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അവരെ തീർക്കാൻ കിട്ടുന്ന ഏക അവസരമാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ അദ്ദേഹം അത് തുടരും എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഒരു ചെറിയ ഉദാഹരണം പറയും. ഇപ്പം നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഒരു എലി കയറിയിട്ടുണ്ട്. ഈ എലിയെ തല്ലി കൊല്ലാനായിട്ട് അങ്ങോട്ട് കയറിയിട്ട് ഇപ്പോൾ അവിടെയുള്ള ഫ്രിഡ്ജും പാത്രങ്ങളും ഗ്ലാസും മൈക്രോവേവ് ഓവനും എല്ലാം തല്ലി പൊട്ടിച്ചു. പക്ഷേ എലിയെ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ജനങ്ങളുടെ മുന്നിൽ എത്താൻ പറ്റില്ല. എലിയെ തല്ലിക്കൊന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും. ആ അവസ്ഥയാണ് ഇപ്പം നെത്തന്യാഹുവിനുള്ളത്. അതുകൊണ്ട് കൺക്ലൂസീവ് എവിഡൻസ് ആയിട്ട് കാണിച്ച് ജനങ്ങളുടെ പ്രീതി ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ ജനപ്രീതി അദ്ദേഹത്തിന് ഏകദേശം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ട്രംപിൻ്റെ അവസ്ഥയും ഏറെക്കുറെ അതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നൊരു ഒബ്സർവേഷൻ. Debate with Smriti Parathikar.